Hi, welcome to Cook with Rumana. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ആൻഡ് അടിപൊളിയായിട്ടുള്ള ഒരു പുഡിംഗ് ആയിട്ടാണ് വന്നത്. അത് ബട്ടർസ്കോച്ച് പുഡിംഗ് ആണ്. അത് നല്ല എളുപ്പത്തിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. പിന്നെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോ ഇട്ടത് കുനാഫ വീഡിയോ ആണ്. അതിന് നല്ല റെസ്പോൺസ് എല്ലാവരുടെ സൈഡിൽ നിന്നും നല്ല കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പുഡിങ്ങിലേക്ക് ആദ്യം ഞങ്ങൾ നട്ട്സ് റെഡിയാക്കുക. അതിലേക്ക് അരക്കപ്പ് ഷുഗർ എടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഹൈ സ്പീഡ് പാടില്ല, വെരി ലോ സ്പീഡും പാടില്ല, ഒരു മീഡിയമിൽ വെക്കുക. എന്നിട്ട് ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് മെൽട്ടാവാൻ തുടങ്ങും. പിന്നെ നല്ല ഫൈനായിട്ടുള്ള ഷുഗർ ഇതിന് മേടിക്കരുത്. കുറച്ച് തരിപ്പുള്ള ഷുഗർ വേണം ഇതിലേക്ക് എടുക്കാൻ. ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ ഷുഗറൊക്കെ അലിഞ്ഞു തുടങ്ങും, ഈ പരിവാവും. അതിനുശേഷം അതിലേക്ക് 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം നല്ല സ്ലോ ആക്കി വെക്കണം, ഫ്ലെയിം കൂട്ടാൻ പാടില്ല. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമില്ലത്ര കാഷ്യും ബദാമും ആണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ബദാം ഫുൾ എടുക്കുന്ന ബദാമും എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കാഷ്യൂ ഫുൾ എടുക്കുന്നെങ്കിൽ എങ്ങനെ എടുക്കുക. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം നട്ട്സ് എടുക്കാൻ. അതും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റ് ഒന്ന് റെഡിയാക്കി വെക്കുക. അതിനുശേഷം ഒരു ബട്ടർ പേപ്പറിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക. സാധാ പ്ലേറ്റിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഒട്ടും. അതിന് വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ എടുക്കുന്നത്. എന്നിട്ടിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതായത് ഞങ്ങൾ ബാക്കിയൊക്കെ റെഡിയാവുന്നവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴത്തേക്ക് അത് ശരിയാവും. എന്നിട്ട് 1 കപ്പ് സെയിം പാനിക്ക് 1 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. ആദ്യം ഞങ്ങൾ ഷുഗർ മെൽറ്റ് ചെയ്ത പോലെ തന്നെ മെൽറ്റ് ചെയ്യുക. ആദ്യം അരക്കപ്പാണ് എടുത്തത്, ഇപ്പോൾ 1 കപ്പ് എടുക്കണമെന്നുള്ളൂ. അതിനുശേഷം ഫ്ലെയിം നല്ല സ്ലോ ആക്കിയിട്ട് ഒരു 3 സ്പൂണ് ബട്ടർ എടുക്കുക. അതിനുശേഷം ഞാൻ 1 കപ്പ് ഫ്രഷ് ക്രീമാണ് എടുത്തത്. ഫ്രഷ് ക്രീം ഇടുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾ തീ ഓഫ് ചെയ്യണം. എൻ്റെ പോലെ ഇൻഡക്ഷൻ കുക്കറിൽ ചെയ്യുന്നവർ ഒന്ന് പൊക്കി പിടിക്കണം, അല്ലെങ്കിൽ കേർഡിലായി പോവും. ക്രീം ഇല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ പാലോ ഒഴിച്ചു കൊടുത്താൽ മതി, ക്രീം തന്നെ വേണമെന്നില്ല. സോസ് റെഡിയായ ശേഷം ഞങ്ങൾ പുഡിംഗ് ബേസ് റെഡിയാക്കുക. 1 ലിറ്റർ പാലെടുത്തിട്ട് അതിലേക്ക് ഒരു 3 സ്പൂൺ ഷുഗർ ഒഴിച്ചു കൊടുത്താൽ മതി. പാൽ തെളിച്ച ശേഷം ഞങ്ങൾ റെഡിയാക്കി വെച്ച സോസ് ഇട്ട് കൊടുക്കുക, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. എല്ലാം ഷുഗർ ഉള്ളത് കൊണ്ട് പാലിക്ക് ഷുഗർ കൂടുതൽ ഇടണമെന്നില്ല, ഒരു 2-3 സ്പൂൺ ഇട്ടാൽ മതി. എന്നിട്ട് ഒരു 2 സ്ലൈസ് ബ്രെഡ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബ്രെഡ് തന്നെ വേണമെന്നില്ല, റസ്ക് ഇട്ടാലും മതി. ഒരു 2 റസ്ക് ഇങ്ങനെ ഇട്ടാൽ മതി. എന്നിട്ട് ഞങ്ങൾ ചൈന ഗ്രാസ് റെഡിയാക്കി എടുക്കുക. ചൈന ഗ്രാസ് ഒരു 8 ഗ്രാം ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് മെൽറ്റ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല മെൽട്ടാവും. നല്ലോണം കൈ വിടാതെ ഇളക്കണം, അല്ലെങ്കിൽ അത് കട്ടിയായി പോവും, മെൽട്ടാവില്ല. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, നല്ല ക്ലാരിറ്റി ഉണ്ട്. എന്നിട്ട് വീണ്ടും ഞങ്ങൾ നേരത്തെ റെഡിയാക്കി വെച്ച ബേസ് ഒന്നുകൂടി അടുപ്പത്ത് വെച്ച് ആ ബ്രെഡൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അതിൽ സ്മാഷ് ചെയ്തെടുക്കണം, പാലിൽ സ്മാഷ് ചെയ്തെടുക്കണം. അലിഞ്ഞു പോവും ബ്രെഡല്ലേ, അത് ഒന്ന് കുതിരി കഴിയുമ്പോഴത്തേക്കും അലിഞ്ഞു പോവും. എന്നിട്ട് അതിലേക്ക് ഞങ്ങൾ റെഡിയാക്കി വെച്ച് ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുക. ചൈന ഗ്രാസ് എടുത്ത് വെച്ച പാൽ അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കരുത്, കാരണം പാൽ കുറച്ച് തണുത്തിട്ടുണ്ടാവും, അപ്പോൾ അത് പിരിഞ്ഞു പോകും. അതിന് വേണ്ടിയാണ് ഒന്നുകൂടി ചൂടായ ശേഷം വേണം ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പം ഞങ്ങൾ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് ബട്ടർ പേപ്പറിൽ ഇട്ടത് കൊണ്ട് അത് പെട്ടെന്ന്
ഇങ്ങനെ എടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് നല്ല കയ്യിൽ വെച്ച് പീസാക്കുക. എന്നിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ചെറിയ പീസ് ആക്കി എടുക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ മിക്സിൻ്റെ ഇടയ്ക്ക് കുടുങ്ങും. എന്നിട്ട് എല്ലാം കൂടി മിക്സിയിലിട്ടത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. ഫൈൻ വേണോ തരിതരിപ്പ് വേണോ അത് അവരവർ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. എന്നിട്ട് ഞങ്ങളെ പുഡിംഗ് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. ബട്ടറോ ഓയിലോ ഗീയോ എന്തെങ്കിലും വെച്ച് ഗ്രീസ് ചെയ്തെടുക്കുക. എന്നിട്ട് പുഡിംഗ് മിക്സ്ചർ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞങ്ങൾ എടുത്ത് വെച്ചതിൽ ഒരു 3/4 ഭാഗം നട്ട്സ് ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1/4 ഭാഗം ജസ്റ്റ് ഒന്ന് അവസാനം ഗാർണിഷിന് വേണ്ടി വെക്കുക എന്നുള്ളൂ. എല്ലാം കൂട്ടി ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാ സൈഡിൽ ആവുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്യാമെന്നുള്ളൂ. ഒരു 5 മിനിറ്റിന് ശേഷം അതൊന്ന് റെഡിയായി തുടങ്ങും. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു 1/4 ഭാഗം എടുത്ത് വെച്ച നട്ട്സിൻ്റെ പൗഡറും കൂടി ഇട്ടുകൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുണ്ടോ അങ്ങനെ ഗാർണിഷ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ബട്ടർ സ്കോച്ച് സോസും ഞാൻ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. അത് ഓപ്ഷണലാണ്, ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ടേസ്റ്റിനൊന്നും വ്യത്യാസം വരില്ല. എന്നിട്ട് ഇതൊരു 3-4 മണിക്കൂർ ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഞങ്ങൾ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല സ്വീറ്റായിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.